ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ധ്യാനിച്ചു വരുന്നത് വാട്ട് ഈസ് ദ ഹെവൻ ആൻഡ് വാട്ട് ഈസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വേൾഡ് ആൻഡ് വാട്ട് ഈസ് ദി എർത്ത് എന്ന രണ്ട് കോൺസെപ്റ്റാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത നമ്മൾ ധ്യാനിച്ചു വരും മനസ്സിലാകുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, തിരുവെഴുത്തുകൾക്കകത്ത് ദൈവരാജ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നൊരു പദമാണ് റിപ്പൻറ്റ്. ഇവിടെ എല്ലായിടത്തും നമ്മൾ വേദോത്സവത്തിൽ ഒരുപാട് പദങ്ങളുണ്ട്. പദങ്ങളെല്ലാം ഉപയോഗിച്ച ഒരു രീതിയുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ദൈവരാജ്യം എന്താണ്, അല്ലെങ്കിൽ ദൈവപുത്രനായ യേശുവിൻ്റെ വരവ് എന്താണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് ഈ പദങ്ങളിൽ നിന്ന് മനസ്സിലാകും. അപ്പം ഞാൻ ഇന്ന് ഐ വോണ്ട് ടു ടീച്ച് യു അബൌട്ട് വാട്ട് ആർ ദ പ്രീഫിക്സസ്, അല്ലെങ്കിൽ പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. ഈ പദങ്ങളുടെ മുമ്പേ വരുന്ന വിശേഷണമായ ഒരു പദപ്രയോഗമാണ് പ്രീഫിക്സ്. അതെന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ നമുക്ക് ഒരുമിച്ചൊന്ന് ധ്യാനിക്കാനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ബൈബിളിൽ ദൈവരാജ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്ന പദമാണ് റിപ്പൻറ്റ്. റിപ്പൻറ്റ് എന്ന പദമാണ്. റിപ്പൻറ്റ് അത് പ്രീഫിക്സ് ആണ്. അതായത് പ്രീഫിക്സ് ടു ദ വേർഡ്. ആ വേർഡിന് കൊടുത്തേക്കുന്ന ഒരു വിശേഷണമാണ്. പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ വിശേഷണമാണോ, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഞാൻ നോക്കിക്കോട്ടെ. ഇംഗ്ലീഷിൽ അതിനെ പ്രീഫിക്സ് എന്ന് പറയും. മലയാളം അതിൻ്റെ അറിയാത്തവർക്ക് ഞാനത് ഒന്ന് പറഞ്ഞുതരാം. മുന്നേ വയ്ക്കുക, അല്ലെങ്കിൽ ഇത് ഉപസർഗം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞു. ഉപസർഗം, പൂർവ്വപ്രത്യയം. ഓക്കെ, പൂർവ്വപ്രത്യയം മുൻകൂട്ടി പറയുന്ന, അല്ലെങ്കിൽ മുന്നേ വയ്ക്കുന്ന, ആരംഭത്തിൽ വയ്ക്കുക എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ്. അതായത് ഉപസർഗമായിട്ട് ഉപയോഗിക്കുന്നത് പ്രീഫിക്സ്. ദ വേർഡ് റിപ്പൻറ്റൻസ് എന്ന പദമാണ് ആദ്യമായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത്. റിപ്പൻറ്റ്. അപ്പോൾ ഈ റിപ്പൻറ്റ് എന്ന് പറയുന്ന പദം നിങ്ങളിത് ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിൽ ഒരാൾ ഇങ്ങോട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ സ്നാപകനാണ്. മരുഭൂമിയിൽ ഒരു പ്രസംഗമാണ്. മരുഭൂമി ഇതുവരെ കേൾക്കാത്തൊരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒരു പുതിയ കാര്യം പ്രസംഗിക്കുകയല്ല. കാരണം പുതിയ കാര്യം പ്രസംഗിക്കുമ്പോൾ പറയുന്ന രീതിയിലല്ല യോഹന്നാൻ പ്രസംഗിക്കുന്നത്. ഒരു ഇതുവരെ ഇല്ലാത്തൊരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, പ്രിയപ്പെട്ടവരെ, ഇത്രയും നാൾ നമ്മൾ യെരുശലേം ആലയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ യെരുശലേം ആലയവുമായിട്ടല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പറഞ്ഞൊരു പുതിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പക്ഷേ ഒരു ഇൻട്രൊഡക്ഷൻ കൂടാതെ, ഇതാണ് നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇൻട്രൊഡക്ഷൻ കൂടാതെ, ഒരു പ്രത്യേകമായ ഉപക്രമം കൂടാതെ, അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തൽ കൂടാതെ ഡയറക്റ്റ് ഒരു മെസ്സേജ് വരികയാണ്. ഡയറക്റ്റ്ലി ഒരു മെസ്സേജ് പ്രസംഗിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഡയറക്റ്റ്ലി ഒരു മെസ്സേജ് ബൈബിൾ അങ്ങോട്ട് പറയുമ്പോൾ അതിനൊരു ഉപക്രമം, അല്ലെങ്കിൽ ഒരു മുൻകൂട്ടിയുള്ളൊരു പരിചയപ്പെടുത്തലില്ലാതെ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നേരത്തെ നിലവിലുണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ ഇതിനെ വീണ്ടും പുതുതാക്കി അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് മുൻകൂട്ടി ഈ കാര്യങ്ങളെ വിശദീകരിക്കാതെ, അതിനെ പരിചയപ്പെടുത്താതെ ഈ സന്ദേശത്തെ പ്രസംഗിക്കുന്നത്. യഹൂദ മരുഭൂമി വന്നിട്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെടണം, റിപ്പൻറ്റ് ചെയ്യണം. നമ്മുടെ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ആ പദങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം. റീപെൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഉപസർഗം കൊടുത്തിരിക്കുക. അതായത് മുൻപേ ഒരു കാര്യത്തെ, ഉള്ളൊരു കാര്യത്തെ, അല്ലെങ്കിൽ എങ്ങനെ അത് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കതില്ല. റീപെൻഡ്, അതിനകത്തെല്ലാം റീ എന്നൊരു പദം നമ്മൾ താഴോട്ട് പഠിക്കാൻ പോകും. റീപെൻഡ്, റിവൈവല്, റീകമ്മൻസ്, റീകൺസില്, റിഡീം, റീകവർ, റീബർത്ത്, റിന്യൂ ചെയ്യുക, റെസ്റ്റോർ ചെയ്യുക, റിജോയ്സ് ചെയ്യുക, റിവാർഡ്, റീഫ്രഷ്, ഇങ്ങനെ എല്ലാം റീ ആണ്. നമ്മളിതിനെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ബൈബിളിൽ ഒരുപാട് പദങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. റെഡീം ചെയ്യുക, റീഡീം, റീജോയ്സ്, റീവാർഡ്, റീഫ്രഷ്, renew, rebirth, recompense,
റീകൺസൈൽ, റിവൈവ്, ഇതെല്ലാം പ്രധാന. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മളൊരു വലിയ പ്രബന്ധമായിട്ട് തന്നെ പഠിക്കേണ്ട വിഷയം. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ ഒരു പദമായത് നമ്മൾ റെഡീം ചെയ്തു, റിട്ടേൺ, തിരിച്ചു വരിക, റിപ്പൻറ്റ്. നമ്മൾ എന്താണ് ഇതിനെക്കുറിച്ച് അർത്ഥമാക്കേണ്ടത്? കാരണം അർത്ഥമാക്കേണ്ടത് ഇതാണ്: നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നാണ്, മുൻകൂട്ടി നേരത്തെ പൂർവികമായിട്ട് സ്ഥാപിച്ച ഒന്ന്, അതിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ജനം, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് താഴേക്ക് പോയ ഒരു കൂട്ടം. ആ താഴേക്ക് പോയ ആളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്, ഒരു ഉപസർഗമാണ് റീ എന്ന് പറയുന്നത്. റീ എന്ന് പറയുന്നത് പുതിയ ഒന്നല്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. പുതിയതായിട്ടൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല, അല്ലെങ്കിൽ പുത്തനൊരു കാര്യത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയല്ല. മറിച്ച് നിങ്ങൾ മുമ്പ് അങ്ങനെ ആയിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ താന്നുപോയി, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഡീവിയേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഡീവിയേറ്റഡ് ആയിപ്പോയ ആ വ്യക്തികളെ തിരിച്ച് ആ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ആഹ്വാനമാണ്, ക്രിയകളാണ്, പദപ്രയോഗങ്ങളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതായ പ്രീഫിക്സസിൽ കാണുന്നത്. റീ എന്ന് പറയുന്ന ആ ഒരു പ്രീഫിക്സിൽ കാണുന്നത്, അല്ലെങ്കിൽ ആ ഉപസർഗത്തിൽ കാണുന്നത്. ആദ്യമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന പദം നോക്കിക്കേ, റീപെൻറ്റ്. റീപെൻറ്റ്. നമ്മൾ ഈ റീപെൻറ്റ് എന്ന പദം എങ്ങനെയാണ് ക്രൈസ്തവ ലോകത്ത് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് എന്നത് ഞാൻ മുമ്പൊരിക്കൽ ഒന്ന് തൊട്ടുപോയി. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, റിപ്പൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഒറിജിനൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് സിൻ. അതായത് റിപ്പൻറ്റൻസുമായിട്ട് പാപത്തിന് ബന്ധമില്ല. ഇതാണ് നമ്മൾ ആദ്യം വേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരാൾ പാപം ചെയ്താൽ, ഒരാൾ തെറ്റിൽ പോയാൽ, ഒരാളൊരു കുറ്റം ചെയ്താൽ, നമ്മുടെ മതം ആ ആളിന് കൊടുക്കുന്ന ആദ്യത്തെ മെഡിസിനാണ്. നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് 3 നേരം കഴിക്കണമെന്ന് പറഞ്ഞ പോലെ, ഒരാൾ തെറ്റിലേക്ക് പോയാൽ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ ആളിന് മതം കൊടുക്കുന്ന ആദ്യത്തെ പ്രിക്വേഷനാണ് റിപ്പൻറ്റ്. റിപ്പൻറ്റ്. നമ്മളതിനെ മതം എങ്ങനെയാണ് റിപ്പൻറ്റ് എന്നതിനെക്കുറിച്ചും രാജ്യം എന്താണ്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ടേമിൽ റിപ്പൻറ്റ് എന്താണെന്നും ഒന്ന് വിശദീകരിക്കും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയതുകൊണ്ട് ഒത്തിരി വാക്കുകളുണ്ട്. എല്ലാത്തിനും നമ്മൾ ഇത്രയും വിശദീകരണം കൊടുക്കാതെ അത്യാവശ്യമുള്ളതിന് കൊടുക്കും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്ക്. മെറ്റനോയ എന്ന വാക്ക്, മെറ്റ ടുഗദർ, നോയ എന്ന് പറയാൻ മൈൻഡ്. മെറ്റനോയ എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ മൈൻഡ് എന്നാണ്, ചേഞ്ച് യുവർ മൈൻഡ്. മെറ്റനോയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് സിൻ, നിങ്ങൾ ചെയ്ത പാപത്തിൽ നിന്ന് മടങ്ങി വരിക എന്നല്ല. നിങ്ങൾ എന്തുവാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റിൽ അനുതപിക്കുക എന്നുമല്ല. അതിനകത്ത് അനുതാപമില്ല, ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള റിഗ്രറ്റിംഗ് ഇല്ല. മറിച്ച് ചേഞ്ച് യുവർ വേ ഓഫ് തിങ്കിങ് എന്നാണ്. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചിന്താരീതികളെ മാറ്റിക്കോ. നിങ്ങളുടെ മനസ്സിനെ മാറ്റിക്കോളാം, നിങ്ങളുടെ പ്രവൃത്തി മാറ്റാനല്ല. അപ്പം മനുഷ്യർ ഒരുപാട് തെറ്റിൽ ജീവിക്കുന്നുണ്ട്, ഇത്രയും പാപങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. ഈ പാപങ്ങളിലൊക്കെ ജീവിക്കുന്നവരോട് പാപത്തിൽ നിന്നുള്ള മടങ്ങി വരവ് എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പാപത്തിൽ നിന്ന് മടങ്ങി വന്നാലും ആൾക്ക് വീണ്ടും തിരിച്ചു പോകാം. ഇവിടെ മാറ്റം സംഭവിക്കേണ്ടത് തെറ്റിൽ നിന്നുള്ള മടങ്ങി വരവല്ല. ഇവിടെ വ്യക്തിയുടെ ചിന്തയാണ് മാറേണ്ടത്. മാനസാന്തരം, റിപ്പൻഡൻസ്. അപ്പം മാനസാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഒറിജിനലിലേക്ക് തിരിച്ചു വരിക എന്നാണ്. ഒറിജിനലിലേക്ക് തിരിച്ചു വരിക എന്നാണ്. ഒറിജിനലിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ മുമ്പായിരുന്ന പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. റീപെൻറ്റ് എന്ന, പെൻറ്റ് എന്ന് വാക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും മുകളിലുള്ളതെന്നാണ്. റീപെൻറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് തിരിച്ചു വരിക എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചിന്തിച്ചിരുന്ന ആ പൂർവികമായി നിങ്ങളുടെ ചിന്താധാരയിലേക്ക്, വേ ഓഫ് തിങ്കിങ്ങിലേക്ക് നിങ്ങൾ കം ബാക്ക് ടു യുവർ ഒറിജിനൽ തിങ്കിങ്. അപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് നേരത്തെ ആയിരുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരികെ വരണം എന്നാണ്
റിപ്പൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്ത ഒരു തെറ്റ്, നിങ്ങളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റാണ്, തെറ്റായിപ്പോയി, അയ്യോ ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞിട്ട് വരുന്ന വരവല്ല. ആ ഒരു സോറി എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ആളിന് മാറ്റങ്ങൾ സംഭവിക്കത്തില്ല. മനസ്സിലാക്കണം. അതായത് അവിടെ ഒരാൾ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മറിച്ച് ആ ആളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കണം. അതായത് റീപെൻറ്റ്, അതായത് ആ ആള് ആ തെറ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. ഞാൻ രണ്ട് രീതിയാണ് പറഞ്ഞല്ലോ. ഞാൻ അതിനെ ഇച്ചിരിയുടെ വിശദീകരണം തരാം. അതായത് റിപ്പൻറ്റ് എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടുക. നമ്മളതിന് പൊതുവായിട്ട് ഇപ്പം പള്ളികളിലൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മാനസാന്തരം ഇല്ലാത്തവനാണ്. മാനസാന്തരപ്പെട്ടിട്ട് ശരിയായ മാനസാന്തരം ഇല്ല. അതിനെ നമ്മളൊരു ആപ്തവാക്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൂത്ത മാനസാന്തരം 3 മാസം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വിചാരം ഈ ഗുഡ് ലൈഫ്, അതായത് ഹയർ കൈൻഡ് ഓഫ് ലൈഫ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത് മാനസാന്തരത്തിലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് വാസ്തവത്തിലൊരു പാപ്പരത്തമാണ്. കാരണം ഈ പദപ്രയോഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് നമ്മുടെ വിചാരം ഒരാൾ നല്ല മര്യാദയ്ക്ക് ജീവിക്കുന്നു, അദ്ദേഹത്തിന് ഒരു ഗുഡ് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാൻ നല്ല മാനസാന്തരമുള്ള ആളാണ്, ഒരു പാപമൊന്നും ചെയ്യുന്നില്ല. അപ്പം ഒരാൾ മദ്യപാനത്തിൽ വന്നു, ആ മദ്യപാനത്തിൽ വന്നപ്പോൾ ഇപ്പം കുടിക്കുന്നില്ലെങ്കിൽ നമ്മളാളെന്ന് പറയാം മദ്യപാനത്തിൽ നിന്ന് ഇപ്പം കുടിയൊന്നുമില്ല, എൻ്റെ അർത്ഥം അദ്ദേഹം മാനസാന്തരപ്പെട്ട ആളാന്ന് പറയും. അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് ആളുകൾ വരിക, ചെയ്ത പ്രവൃത്തിയിൽ നിന്നുള്ള മടങ്ങിവരവിൻ്റെ പേരല്ല മാനസാന്തരം. ചിന്തകൾക്ക് മാറ്റം വരുത്തുക, അതായത് നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്, ആ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരിക എന്നിട്ട് തിരിച്ച് നിങ്ങളിവിടെ ഉയർന്ന ചിന്തയിലേക്ക് വരിക എന്നാണ്. അപ്പം ദൈവരാജ്യം പറയുകയാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് പാപങ്ങളുടെ ഏറ്റുപറച്ചിലല്ല. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് മാറ്റണം. നിങ്ങളിപ്പോൾ ഈ തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പാപങ്ങളോ എന്തൊക്കെയോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് കാരണം നിങ്ങൾ താഴ്ന്ന നിലയിൽ ചിന്തിക്കുന്നതാണ്. ഒരാൾ കള്ളം പറയുന്നു, ആ കള്ളം പറയാൻ കാരണം അയാളുടെ വേ ഓഫ് തിങ്കിങ് മാൽ ഫങ്ഷൻ ചെയ്യുകയാണ്. അയാളുടെ വേ ഓഫ് തിങ്കിങ്, അയാളുടെ ചിന്താ രീതി, അദ്ദേഹം ചിന്തിക്കുന്ന ആ രീതി അദ്ദേഹം എന്താണോ, അപ്പം തന്നെക്കുറിച്ചുള്ള ചിന്തയാണ്, ആ രീതിക്കകത്തുണ്ടായ തെറ്റാണ് ആ കൊണ്ട് കള്ളം പറയിപ്പിച്ചത്. ശ്രദ്ധിക്കണം. ഒരാൾ ഒരു തെറ്റിലേക്ക് പോകുന്നു, ഏതെങ്കിലും ഒരു തെറ്റിലേക്ക്, ആ തെറ്റിലേക്ക് പോകാൻ കാരണം അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ വേ ഓഫ് തിങ്കിങ് ആണ്. അതേസമയം ഈ ആള് ഒരു ഹയർ കൈൻഡ് ഓഫ് തിങ്കിങ് ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ കള്ളം പറയാനായിട്ട് പറ്റില്ല. അപ്പം ഞാനിനി കള്ളം പറയില്ല എന്ന് പറയുന്നതല്ല നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ എല്ലാവരും മാനസാന്തരപ്പെട്ടിട്ട് പിന്നെ എന്താ പാപത്തിനൊന്നും ഒരു കുറവില്ലാത്തത്? എന്താണ് കുറവില്ലാത്തത്? വാസ്തവത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാനസാന്തരപ്പെട്ടിട്ടും ആളുകളിൽ മാതൃകയുള്ള ആളുകൾ നമ്മുടെ ഇടയിലില്ല? നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ ഹയർ കൈൻഡ് ഓഫ് ലൈഫ് ഉള്ള എത്ര പേരുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നമുക്ക് ലോകക്കാരുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഡിസ്പ്ലേയിൽ വെക്കാൻ കൊള്ളാവുന്ന എത്ര പ്രൊഡക്റ്റ് ഉണ്ട്? ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത്. അതാണ്ട് ഈ ആളെ നിങ്ങൾ നോക്ക്, ഇയാളുടെ ഫാമിലി ലൈഫ് നോക്ക്, ഇദ്ദേഹത്തിൻ്റെ ജീവിതം നോക്ക്. ഇതിന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ മനുഷ്യരാണെങ്കിൽ അവർ കുറ്റമുള്ളവരാണ്, ഞങ്ങളെ അല്ല നോക്കേണ്ടത്, കർത്താവിനെയാണ് നോക്കേണ്ടത്. ഇതൊരു ഇൻ്റർനാഷണൽ തട്ടിപ്പ് വാചകമാണ്. എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു വാചകമാണത്. ഞങ്ങളെ ഒന്നും നോക്കണ്ട, പിന്നെ ആരെ നോക്കണം? കർത്താവിനെ നിങ്ങൾ നോക്കിയാൽ മതി. എന്ത് എളുപ്പമാണ് നോക്കിയേ. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു ഉപായമാണിത്. ഈ ഉപായത്തിൽ നിന്ന് നമ്മൾ
നമ്മുടെ വേ ഓഫ് തിങ്കിങ് മാറ്റണം. നമ്മുടെ വേ ഓഫ് തിങ്കിങ് മാറ്റിയിട്ട് നമ്മൾ ഒരു സുവിശേഷം പറയാൻ പോകുമ്പോൾ ഈ പ്രാഗൽഭ്യമില്ലാത്ത ആരും സുവിശേഷം പറയരുത്. കാരണം അങ്ങനെ ഭൂമി അങ്ങ് നശിച്ചങ്ങ് പാതാളത്തിലോട്ടൊന്നും പോകുന്നുമല്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞങ്ങളെ നോക്ക്, ഞങ്ങളുടെ കുടുംബജീവിതം നോക്ക്. ഞങ്ങൾ ഹൗ വി ആർ ലിവിങ്, ഹൗ വി ആർ റിലേറ്റഡ് ടു അതേഴ്സ്, ഹൗ വി ആർ സ്പെൻഡിങ് മണി. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചോളം രണ്ട് കാര്യമാണ് നോക്കേണ്ടത്. രണ്ട് കാര്യത്തിലായിരിക്കണം ശുശ്രൂഷകന്മാർക്ക്, അതായത് പ്രത്യേകിച്ച് ഗോസ്പൽ ലോകത്തിന് കൊടുക്കുന്ന ആളുകളുടെ മാതൃക. നമ്പർ 1, അദ്ദേഹത്തിൻ്റെ ഫാമിലി. 2, അദ്ദേഹം പണത്തെ കൈകാര്യം ചെയ്യുന്ന വിശ്വസ്തത. ഇത് രണ്ടുമാണ്, വേറൊന്നുമില്ല. ഹൗ ഹീ ഈസ് ഹാൻഡിലിങ് മണി, ഹൗ ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് ഫാമിലി. ഈ 2 കാര്യങ്ങളിൽ മാതൃകയില്ലാത്ത ഒറ്റയാൾക്കും സുവിശേഷം പറയാനുള്ള യോഗ്യതയില്ല. പക്ഷെ ഇതിനകത്താണ് 90% ആളുകളും പരാജയപ്പെടുന്നത്. കുടുംബജീവിതത്തിനകത്ത് മാതൃകയില്ലെങ്കിൽ നമുക്കൊരിക്കൽ പോലും, അതുകൊണ്ട് ഞാൻ പറഞ്ഞ യേശുവിനെ നോക്കൂ എന്ന് പറഞ്ഞിറങ്ങുന്ന മാതൃകയല്ല സുവിശേഷം. കർത്താവിനെ നോക്ക്, ഞങ്ങളൊക്കെ ബലഹീനരാണ്, ഞങ്ങൾ ഒത്തിരി കുറ്റമുള്ളവരാണ്, ഞങ്ങളൊന്നും നോക്കേണ്ട, കർത്താവിനെ നോക്ക്, കർത്താവാണ് എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ രക്ഷപ്പെടുകയാണ്. അതായത് നമുക്ക് രക്ഷപ്പെടാനുള്ള നമ്മുടെ വാചകമാണ്. അത് നമ്മൾ മാറ്റണം. അതിനാദ്യം നമ്മളിൽ നിശ്ചയമായിട്ടും, അതുകൊണ്ടാണ് നമ്മളെ ദൈവം ഭൂമിയെ ഉപ്പാക്കി വെച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാണ്. ഇപ്പം ഭൂമിയുടെ ഉപ്പെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ഇത്രയും നാളും ഒരുപക്ഷെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പെന്ന് പറഞ്ഞാൽ രുചി വരുത്തും, കേടുവരാതെ സൂക്ഷിക്കും, ക്ലെൻസ് ചെയ്യും, പ്രിസർവ് ചെയ്യും, പിന്നെന്താ സീസൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളെല്ലാം. അരാമിക് ഭാഗം, അതായത് ഈ പദപ്രയോഗത്തിൻ്റെ അരാമിക് പ്രോവർബിൽ, അതായത് ഈ അരാമിക ഭാഷയ്ക്കകത്ത് അവർ ഈ പ്രോവർബ് പോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്. പ്രോവർബ് പോലെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണിങ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് രുചി വരുത്തുക എന്നുള്ളതല്ല, മറിച്ച് വി ആർ ദ സാൾട്ട് ഓഫ് ദ എർത്ത് മീൻസ് വി ആർ ദ എലൈറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ദ എർത്ത് എന്നാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. ക്രിസ്ത്യാനി ഹീ ഈസ് ദ എലൈറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ദ എർത്ത്. ഭൂമിയിലുള്ളവർക്ക്, ആ എർത്തിനകത്ത് ഭൂമിയിലെ ജനങ്ങളെയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് സിസ്റ്റത്തിന് നമ്മൾ അറിവ് കൊടുക്കുന്നവരും ആ സിസ്റ്റത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക്, അതിൻ്റെ അകത്തെ ഇന്നർ കോറിന് നമ്മൾ ഒരു എലൈറ്റ് സ്റ്റാൻഡേർഡുമാണ്. അപ്പം എലൈറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ് ക്രിസ്ത്യാനി. അതായത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹം കൃത്യസമയത്ത് ഓഫീസിൽ എത്തേണ്ട ആളാണ്. 10 മണിയാകുമ്പം എല്ലാവരും ചായ കുടിക്കാൻ പോകും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് അത് നിയമപ്രകാരം അലൗഡഡ് അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനി പോകരുത്. ആ ജോലി സ്ഥലത്ത് കൈക്കൂലി വാങ്ങാൻ ആ ക്രിസ്ത്യാനി തയ്യാറാകരുത്. എല്ലാവരും 4 മണിയാകുമ്പോൾ ജോലി കളഞ്ഞു പോകും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ടൈം 5 മണിയാണെങ്കിൽ 5 മണി വരെ ആ ക്രിസ്ത്യാനിയായ ആൾ അവിടെ ജോലിയിൽ തുടരണം. കറപ്ഷന് കൂട്ടു നിൽക്കരുത്. കൂലി, അതായത് കൈക്കൂലി വാങ്ങരുത്. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഒരാൾ ആ ജോലി സ്ഥലത്തെ എലൈറ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്നത്. ആ ആളിനെയാണ് ഭൂമിയുടെ ഉപ്പെന്ന് പറയുന്നത്. പറഞ്ഞാൽ ആ ആളാണൊരു മാതൃക. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൽ ആദ്യമായിട്ട് വേണ്ടത്. ഇത് നാടോടുമ്പോൾ നടുവേ ഓടുന്ന ഒരുപാട് പേരുണ്ട്. ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ നമ്മൾ എത്രത്തോളം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ചില ഓഫീസിൽ നിന്ന് പലതും എടുത്തുകൊണ്ട് പോകും. പക്ഷെ ഒരു പേന പോലും, ഒരു പെൻസില് പോലും അന്യരുടെ എടുക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അനുവാദമില്ല. ഒരു കിങ്ഡം സിറ്റീസ്, ക്രിസ്ത്യാനി എന്ന വാക്ക് ഞാൻ കട്ട് ചെയ്യുന്നു, ഒരു കിങ്ഡം സിറ്റീസന് അധികാരമില്ല.
ഒരു കിങ്ഡം സിറ്റിസന് മറ്റൊരാളുടേത് അപകരിക്കാൻ അധികാരമില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനി, നിങ്ങൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ പൗരൻ ഒരു ഹോസ്പിറ്റലിൽ, ഒരു ബിസിനസ് സ്ഥലത്ത്, ഒരു വർക്കിംഗ് പ്ലേസിൽ, ഒരു ഫാക്ടറിയിൽ, ഒരു സ്റ്റോർ ഹൗസിൽ, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നിരിക്കട്ടെ. ഇങ്ങനെ ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹം ഒരു മാതൃകയായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഒരാൾ മാതൃകയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കറപ്ഷൻ ഇങ്ങനെ നടക്കുന്നത്. ഈ കറപ്റ്റഡ് വേൾഡിൽ നമ്മളൊരു എലൈറ്റ് ഗ്രൂപ്പായി, ഒരു സിറ്റിസണായിട്ട് നമ്മൾ ശോഭിക്കേണ്ടതായിട്ട് അത് നിർബന്ധമാണ് ദൈവരാജ്യത്തിൽ. അപ്പം അങ്ങനെ ഒരാൾ അവിടെ കർശനക്കാരനായിട്ട് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ, അതിനകത്ത് ഒരു 50% ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യും. 50% ആളുകൾ കറപ്റ്റഡ്, അവരെ വിട്ടേരും. അവരെപ്പോഴും നമുക്ക് എതിരാളികളുമായിരിക്കും. പക്ഷേ ഈ ഒരാൾക്ക് ആ ഓഫീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൃത്യനിഷ്ഠതയോടെ കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളൊരു കൈക്കൂലി വാങ്ങാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കും. എന്താ നിങ്ങൾ വാങ്ങിക്കാത്തത്? അപ്പം നിങ്ങൾക്ക് പറയാം, സുവിശേഷം ആദാം പടുന്ന കഥയല്ല. മറുപടി, എൻ്റെ രാജ്യം ഇത് അനുവദിക്കുന്നില്ല. അപ്പോൾ അവർ ചോദിക്കും, അതെന്താ, ഏത് രാജ്യം? ദൈവത്തിൻ്റെ രാജ്യം. അപ്പോൾ എന്താ അങ്ങനെ സംഭവം? ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ സിറ്റിസണാണ്. എൻ്റെ രാജ്യത്തിനകത്ത് കറപ്ഷൻ അലൗഡഡ് അല്ല, അവിശ്വസ്തത അലൗഡഡ് അല്ല, കള്ളത്തിന് എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല, കള്ളക്കടത്തിനും കൂട്ടു നിൽക്കാൻ പറ്റില്ല, എനിക്ക് കൈക്കൂലിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. എൻ്റെ വേ ഓഫ് തിങ്കിങ് ഡിഫറൻ്റ് ആണ്. നിങ്ങളെല്ലാവരും കറപ്റ്റനായിക്കോ, നോ പ്രോബ്ലം, പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല, എൻ്റെ കിങ്ഡം എന്നെ അത് അനുവദിക്കുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ ഓഫീസിൽ സുവിശേഷം പറയാൻ പറ്റും. അല്ലാതെ നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ കൂടെ നമ്മളും തോന്നിവാസം കാണിച്ച്, അവരെ പോലെ നമ്മളും ജോലി കട്ട് ചെയ്ത്, അവരെ പോലെ നമ്മളും കൈക്കൂലി വാങ്ങിച്ച്, അവരെ പോലെ നമ്മളും തെറ്റിനെ കൂട്ടുനിന്ന് നിയമവിരുദ്ധമായത് ചെയ്ത്, എന്നിട്ട് നമ്മൾ പറയുക യേശു നിങ്ങളെ രക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരു പൂച്ച പോലും വരത്തില്ല. നമ്മുടെ ക്രിസ്ത്യാനിത്വം ഈ തെരുവിൽ, ഈ മാർക്കറ്റ് പ്ലേസിൽ, ഈ ബിസിനസ് വേൾഡിൽ ആർക്കും കൊള്ളാത്ത ഒന്നാണ്. നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിന് പള്ളിക്കകത്ത് മാത്രമേ ഉള്ളൂ വാല്യൂ. ഒരു ഫാക്ടറിയിലോ, ഒരു ഓഫീസിലോ, ഒരു പഞ്ചായത്ത് ഓഫീസിലോ, ഒരു ഗവൺമെൻറ് ഓഫീസിലോ നമ്മുടെ സുവിശേഷത്തിന് വിലയില്ല. കാരണം ഈ സുവിശേഷവുമായിട്ട് നിൽക്കുന്ന ആളിന് മാതൃകയില്ല. ഇത്ര ദയനീയമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ അക്യൂസ് ചെയ്യുകയല്ല. എൻ്റെ ഹൃദയാന്തർഭാഗത്ത് തമ്പുരാൻ നൽകിയൊരു പ്രകാശം കുറച്ചു പേരുടെയെങ്കിലും കൂടെ ഹൃദയത്തിനകത്ത് പകർന്നാൽ അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതിക്കൊണ്ട് ചെയ്യുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പം റിപ്പൻറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഓഫ് തിങ്കിങ് ആണ്, വേ ഓഫ് തിങ്കിങ് ആണ്. അപ്പോൾ ദൈവരാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം പറയുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മനസ്സ് മാറ്റിക്കോ, നിങ്ങളെല്ലാവരെ പോലെ ചിന്തിക്കരുത്. ആര് കാണാന്? ഇപ്പോൾ ചിലർ തെറ്റ് ചെയ്യുമ്പോൾ പറയും ആരും കാണുന്നില്ല. അതെന്താണെന്നറിയുമോ? ആരും കാണുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ നാവിൽ വന്നത് ദ വേ ഓഫ് തിങ്കിങ് ആണ്. വേ ഓഫ് തിങ്കിങ്. എല്ലാ തെറ്റിനും കാരണം ഒരു തെറ്റായ ചിന്തയാണ്. ഒരു കൊലപാതകത്തിന് കാരണം ഒരു തെറ്റായ ചിന്തയാണ്. ഒരു കൈക്കൂലിക്ക് കാരണം ഒരു തെറ്റായ ചിന്തയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ, നമ്മുടെ രാഷ്ട്രീയക്കാരെ മൊത്തം നോക്കിയാൽ, മനസ്സിന് മാറ്റമുള്ള ദൈവരാജ്യത്തിൻ്റെ ചിന്തയുള്ള ഒരു പേഴ്സൻറ്റേജ് പോലും നമ്മുടെ ഈ ഇന്നത്തെ നമ്മുടെ ഫിസിക്കൽ വേൾഡിലില്ല. ഫുള്ളി കറപ്റ്റഡാണ്. എല്ലാ ഓഫീസുകളിലും കറപ്ഷൻ കിടക്കുക. കണ്ണടയ്ക്കുക, നീതിക്ക് മുമ്പിൽ കണ്ണടയ്ക്കുക, അനീതിക്ക് വേണ്ടി പണം അതിൻ്റെ മീതെ ഒഴുകുക. ഇവിടെയാണ് ഓരോ ക്രിസ്ത്യാനിയും. പക്ഷെ എന്ത് പറ്റി? ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവനും ഈ കള്ളന്മാരുടെ കൂട്ടത്തിലാണ്. ഈ ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് വന്ന പൊളിറ്റീഷ്യൻസ് നല്ല ഒന്നാം തരം തട്ടിപ്പുകാരാണ്.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് വന്നേക്കുന്ന പേര് ക്രിസ്തീയ പേരാണ്, പക്ഷെ മാതൃകയാക്കാൻ കൊള്ളൂല. അവരും കറപ്ഷനകത്ത. ദൈവം ഭൂമിയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ഒക്കെ നൽകിയ ഒരു ക്രൈസ്തവൻ, യേശുവേ എന്ന് വിളിക്കുന്ന ഒരു ക്രൈസ്തവന് അവന് മാതൃക കാണിക്കാമായിരുന്നു. കാരമില്ലാത്ത ഉപ്പുകളായിട്ടാണ് ഓരോ പൊളിറ്റീഷ്യൻസും, ക്രിസ്തീയ പൊളിറ്റീഷ്യൻസും ഇന്ന് പൊളിറ്റിക്കൽ മേഖലയിൽ. നിങ്ങളെടുത്ത് നോക്കിക്കേ, കറപ്ഷനാണ്. ഇവിടെയാണ് സിറ്റിസൺസ് വേക്കപ്പാണ്. ദൈവരാജ്യത്തിൻ്റെ പൗരന്മാർ വേഗത്തിൽ ഉണരണം. നിങ്ങൾ ഒരു എലൈറ്റ് സ്റ്റാൻഡേർഡായിട്ട് മാറണം. നിങ്ങളൊരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നു, ഒരു ഫിക്സഡ്, ഒരു നിലവാരമായി നിങ്ങൾ മാറണം. ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരമായി നിങ്ങൾ ഉയർത്തപ്പെടണം. അതിനാണ് ആദ്യമായിട്ട് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്, റിപ്പന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ്ങിനെ മാറ്റിക്കോ. നിങ്ങൾ ഉയർന്ന തലത്തിൽ ചിന്തിക്കണം. അപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ചെറിയ കടയിൽ സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാണ് എന്ന് പറയുന്നത് എങ്ങനെ? ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്തു പറയുന്നത്, ഐഹികമല്ല. ഓരോ വ്യക്തികളുടെ അകത്തും ദൈവരാജ്യമുണ്ട്. നമ്മളിത് മനസ്സിലാക്കണം. ഓരോ ആൾ, ഇപ്പോൾ എൻ്റെ അകത്ത് ദൈവരാജ്യമുണ്ട്. ഞാനൊരു രാജ്യം ചുമക്കുന്നതാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു സംവിധാനമല്ല, കാണാൻ പറ്റുന്നൊരു ഭരണക്രമമൊന്നുമല്ല. ഓരോ ക്രൈസ്തവനാണ്, ഓരോ സിറ്റിസണും ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. അപ്പം ഞാൻ ഒരു ഓഫീസിൽ ചെയ്യുന്ന, ഞാൻ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാനാണ് ആ ഓഫീസിലെ ദൈവരാജ്യം. അപ്പം എന്നിലൂടെ ദൈവരാജ്യം അവിടെ വെളിപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഞാനാണ് ദൈവരാജ്യത്തിൻ്റെ മാതൃക, ഞാനാണ് ദൈവരാജ്യത്തിൻ്റെ നോളജ്, ഞാനാണ് ദൈവരാജ്യത്തിൻ്റെ വെളിച്ചം. അല്ലാതെ എനിക്ക് എന്നിൽ നിന്ന് വെളിയിൽ ഒരു രാജ്യത്തെ കാണിക്കാനില്ല. ഇത് മനസ്സിലാക്കണം നിങ്ങൾ. അതാണ്ട് ദൈവരാജ്യം ഇങ്ങനെ വരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവരാജ്യം ദാ വരുന്നു മരുഭൂമി കൂടെ വരുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. സോ ദാറ്റ് മീൻസ് ഐ കനോട്ട് ഷോ ദ കിങ്ഡം ഓഫ് ദാറ്റ് ഈസ് ദ കിങ്ഡം, ദിസ് ഈസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം സിറ്റിസൺ ആണ് ഓരോ രാജ്യങ്ങൾ, ഓരോ സിറ്റിസണുമാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒറിജിനൽ മാതൃക. നമ്മളാണ്. അല്ലാതെ നമുക്ക് ദൈവരാജ്യം പ്രസംഗിക്കാൻ പറ്റില്ല. ദൈവരാജ്യം ആദ്യം നമ്മളായി മാറുക. ഓരോ ഇൻഡിവിജ്വൽ, ഓരോ സിറ്റിസണും കിങ്ഡം ഓഫ് ഗോഡായിട്ട് മാറുകയാണ്. എന്നിട്ട് നമ്മൾ പോയി നമ്മിൽ വന്ന മാറ്റങ്ങളാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ ലൈഫാണ് ഗോസ്പൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവം നിങ്ങളെ എൻ്റെ സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന നാൾ. അപ്പം എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ് സുവിശേഷം. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ഗോസ്പൽ? നമ്മുടെ ബൈബിളിൽ 4 ഗോസ്പലേ ഉള്ളൂ, മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ. പക്ഷെ ദേർ ഇസ് എ ഫിഫ്ത്ത് ഗോസ്പൽ ഉണ്ട്. ആ ഗോസ്പലാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷം, ഈ 4 സുവിശേഷങ്ങൾ ജനങ്ങൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടത്തില്ല. നോ ബഡി വിൽ ഡയറക്ട്ലി അറ്റൻഡ് ചെയ്യത്തില്ല, ഇതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദേ ആർ സീക്കിംഗ് ഫോർ ദ ഫിഫ്ത്ത് ഗോസ്പൽ. ദ ഫിഫ്ത്ത് ഗോസ്പൽ ഈസ് ഫിഫ്ത്ത് ഗോസ്പൽ എന്ന് പറയുന്നത് ഓരോ ദൈവ പൈതലാണ്. അപ്പോൾ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം ഈ ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല എന്നൊരു വാക്കുണ്ട്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ലോ ആൻഡ് പ്രോഫറ്റ് എന്നൊരർത്ഥമാണ്. ഈ ജഡരക്തം എന്ന് പറഞ്ഞാൽ ഫ്ലഷ്ലി വർക്കാണ്. ജഡരക്തം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പൗലോസ്, അത് ഒരു വാക്കിൽ എനിക്കിപ്പോൾ തൽക്കാലം വിശദീകരിക്കാൻ സമയമെടുക്കും. ഞാൻ ജോസഫ് ചാന് വേണ്ടി പിന്നെ വേണമെങ്കിൽ അത് വിശദീകരിച്ചോളാം. അപ്പം ഞാനത് സ്കിപ്പ് ചെയ്യും, കാരണം അത് പോകണമെങ്കിൽ ഞാൻ റോമാലേഖനത്തിലേക്ക് പോകണം, കൊരിന്ത്യ ലേഖനത്തിലേക്ക് പോകണം, ഗലാത്യ ലേഖനത്തിലേക്ക് പോകണം. ഫ്ലഷ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ആക്ച്വലി
ലൈഫ് അണ്ടർ ദ ലോ ആണ്. ലൈഫ് അണ്ടർ ദ ലോ, ദേ കനോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ്. അത് ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ വിചാരിച്ചേക്കുന്നത് ഈ മാംസത്തിനും ഈ രക്തത്തിനും എന്നുള്ളതാണ്. ഞാനത് വേണമെങ്കിൽ പിന്നൊരിക്കൽ അത് മാത്രമായിട്ട് വിശദീകരിച്ചോളാം. തൽക്കാലം ഒന്ന് ക്ഷമിക്കണം. ലേറ്റായി, സൂസൻ ലേറ്റായിട്ടുണ്ട്, ഫൈൻ അടച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ ടീച്ചറാണ്, ടീച്ചർ ലേറ്റായിപ്പോയി. ഓക്കെ, റിപ്പൻഡൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചേഞ്ച് യുവർ മൈൻഡ്. ചേഞ്ച് യുവർ മൈൻഡ് മീൻ ചേഞ്ച് ദ വേ ഓഫ് യുവർ തിങ്കിങ്. ദാറ്റ് മീൻസ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം? ഹയറായി ചിന്തിക്കണം. നിങ്ങൾ നിങ്ങൾ ടോപ്പിൽ ഇരുന്ന് ചിന്തിക്കണം. നിങ്ങളിപ്പോൾ വീണ് കിടന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ വീണ് കിടന്ന ചിന്ത കൊണ്ടാണ് നിങ്ങൾ കള്ളരായത്, മോഷ്ടിച്ചത്, അസൂയ പറഞ്ഞത്, ദ്വന്ദ്വപക്ഷം വന്നത്, കോപം വന്നത്, ക്രോധം വന്നത്, അസൂയ പറഞ്ഞത്, ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞത്, അവിടെ കേട്ടത് ഇവിടെ പറഞ്ഞത്. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ നിങ്ങളുടെ വാ ഇങ്ങനെ ചവറ് പോലെ, അല്ലെ ചവറുണ്ടാക്കുന്ന എന്തുവാ, ചവറ് ഇങ്ങനെ തട്ടുന്ന ലോറിയുടെ ബാക്കിൽ ചവറ് പോകുന്ന പോലെ നിങ്ങളുടെ വായിക്കൂടി ഇങ്ങനെ പോയത് നിങ്ങൾ ഉയർന്ന തലത്തിൽ ചിന്തിക്കാത്തതുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ ഹയർ കൈൻഡ് ഓഫ്, നിങ്ങൾ ഒരാളോട് കോൺവെർസേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഏറ്റവും ടോപ്പായിരിക്കണം. ഇതിൻ്റെ പേരാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവരാജ്യം സമീപിച്ചത്, ദൈവരാജ്യം അറൈവ്ഡായി, നിങ്ങൾക്ക് ഇനി വേണ്ടത് മനസ്സിൻ്റെ മാറ്റമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് റീപെൻറ്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മുമ്പ് നിങ്ങൾ എങ്ങനായിരുന്നോ ചിന്തിച്ചത് അതിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇൻട്രൊഡക്ഷൻ അല്ല, പുതിയൊരു തിയോളജി അല്ല. ഇതാണ് മനുഷ്യ സൃഷ്ടിയുടെ ആദ്യത്തെ ദൈവത്തിൻ്റെ അസൈൻമെൻറ്റ്. ഈ അസൈൻമെൻറ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് പള്ളിയും പള്ളിക്കൂടവും പ്രാർത്ഥനയും ആരാധനയും സ്തോത്രവും നിത്യതയും സ്വർഗവും നരകവും പിന്നെന്തൊക്കെയോ നമ്മളങ്ങ് ഒത്തിരി കൂട്ടുക. അസൈൻമെൻ്റ് ഇല്ല, അസൈൻമെൻ്റ് ഒന്നും നടന്നിട്ടില്ല. ഞായറാഴ്ച കൂടുന്നു, പാട്ട് പാടുന്നു, ഹല്ലേലൂയ പറയുന്നു, കൂടുന്നു, ആശ്വാസം പ്രാപിക്കുന്നു, ചിലർ ചൊല്ലുന്നു, ചൊല്ലാതിരിക്കും. ഇതെല്ലാം ചെയ്തിട്ട് അസൈൻമെൻറ്റ് ഇന്ന് വരെ തൊട്ടിട്ടില്ല. ക്രിസ്ത്യാനിയാണ് ആദ്യം മാനസാന്തരപ്പെടേണ്ടത്. കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനി മാത്രം ശരിയായാൽ മതി. ഒരു ഹിന്ദുവിനെയും ശരിയാക്കണ്ട, ക്രിസ്ത്യാനി മാത്രം. ഒരു പുത്തൻ ഹൈന്ദവനും ഒരു അക്രൈസ്തവനും ഇനി ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരണ്ട. ഇപ്പം നമുക്ക് ലോക്ക്ഡൗൺ ചെയ്യണം. ലോക്ക്ഡൗൺ ചെയ്തിട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ. ഒറ്റ ക്രിസ്ത്യാനി, ഇതിനകത്ത് ഉള്ള ക്രിസ്ത്യാനിയെ അവനെ മാനസാന്തരപ്പെടുത്തിയാൽ മതി, അവൻ്റെ മനസ്സിന് മാറ്റം വന്നാൽ മതി. അല്ലാതെ ഇപ്പം ക്രൈസ്തവൻ്റെ ഈ പള്ളിക്കകത്തോട്ട് 1000 അക്രൈസ്തവൻ വന്ന് കയറിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ നമ്മുടെ നാട് വിചാരം ആള് കൂടുന്നത് കൊണ്ടാണ് സമൂഹം മാറുന്നില്ല. പ്രിയരെ, ആള് കൂടുന്നിടത്ത് കറപ്ഷൻ കൂടത്തേ ഉള്ളൂ. ആള് കൂടുന്നിടത്ത് പണി നടക്കത്തില്ല. ആള് കൂടുന്നിടത്ത് പാമ്പ് യാവത്തിൽ എന്ന് പറഞ്ഞ ചൊല്ലുണ്ട്. നമ്മുടെ വിചാരം ഒരു 10,000 വിശ്വാസികൾ നമ്മുടെ ചർച്ചിൽ ഇങ്ങനെ വന്നാൽ നമ്മുടെ നാടങ്ങ് ചലിക്കുന്നില്ല. അതേസമയം കിങ്ഡം ഓഫ് ഗോഡിൻ്റെ സിറ്റിസൺസ് ഒരു 100 കറക്റ്റ് എലൈറ്റ് സ്റ്റാൻഡേർഡിലെത്തിയാൽ ആ ആളുകൾക്ക് ആ സൊസൈറ്റിയെ മൊത്തം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ വെച്ചാണ് ലോകത്തിൻ്റെ സിസ്റ്റത്തെ കീഴ്മേൽ മറിച്ചത്. 35,000 പേരെ വെച്ചിട്ടല്ല. ഇപ്പം നമ്മുടെ കോട്ടയത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പല സഭകളിൽ 1000 മെമ്പേഴ്സിൽ കൂടുതലുണ്ട്. 10,000 മെമ്പേഴ്സുള്ള സഭയുണ്ട്, അല്ലെങ്കിൽ 5,000 മെമ്പേഴ്സുള്ള സഭയുണ്ട്. അവരൊക്കെ അഭിമാനിക്കുക. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ 5,000 മെമ്പേഴ്സിനെ വെച്ചിട്ട് എന്ത് ചലനമാണ് ഉണ്ടാക്കി? ഒരു പേഴ്സൻറ്റേജ് പോലും നമുക്ക് ഇൻഫ്ലുവൻസ് വരുത്താൻ പറ്റിയിട്ടില്ല. കാരണം ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസാണ്. ദൈവരാജ്യം ഒരു സ്വാധീനമാണ്, ഇൻഫ്ലുവൻസാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു സ്ത്രീ തൻ്റെ ഒരു പുളിപ്പെടുത്ത് 3 പറ മാവിനകത്ത് വെച്ചു. അല്പം പുളിപ്പ്. ആ പുളിപ്പ് അവിടെ ഇരുന്ന് പുളിച്ച് ആ 3 പറ മാവിനെയും പുളിപ്പിച്ചു. ദൈവരാജ്യം ഇങ്ങനെയാണ്. ദൈവരാജ്യം വലിയ പ്രൊട്ടസ്റ്റിംഗ് അല്ല. ദൈവരാജ്യം മെഗാ ക്രൂസൈഡുകളല്ല. ദൈവരാജ്യം ഗ്രേറ്റ് ഈവൻസ് അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് സഹസ്രം ജനം ഒരുമിച്ച് വന്ന് കൂടി ഒരു വലിയ എക്സൂബറൻ്റ് വർഷിപ്പ് നടത്തുന്നതല്ല.
ദൈവരാജ്യം സൈലൻ്റായിട്ട് 3 പറ മാവിൻ്റെ അടിയിൽ ആരും അറിയാതെ ഇരുന്ന് ആ മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നതാണ്. സോ കിങ്ഡത്തിൻ്റെ വർക്ക് ഒരിക്കലും ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്കല്ല. കിങ്ഡത്തിൻ്റെ വർക്ക് ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലേക്കാണ്. നമ്മളിനി എത്ര ബഹളം ലോകത്ത് കാണിച്ചാലും ദാറ്റ് വിൽ നെവർ അഫക്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരിക്കലും അത് രാജ്യത്തിന് പ്രയോജനമില്ല. കേരളത്തിലെ ക്രൈസ്തവനെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ജാഥ നടത്തി ഒരു 50 ലക്ഷം പേരുടെ കൂട്ടം വന്നുകൂടിയുണ്ട്. 1 രൂപയുടെ ഗുണമില്ല. 1 രൂപയുടെ ഗുണമല്ല. ദൈവരാജ്യത്തിന് ഒരു പ്രയോജനമില്ല. കുറേ ശത്രുത ഉണ്ടാക്കാമെന്നല്ല. അതേസമയം ഒരു 100 ക്രിസ്ത്യാനി ഒരു ദേശത്ത് 100 ക്രിസ്ത്യാനി കറക്റ്റ് എലൈറ്റ് സ്റ്റാൻഡേർഡിൽ വരണം. നാട്ടുകാരെ പോലെ നോണ പറയുന്നത് എനിക്ക് പറഞ്ഞല്ലോ ചാപ്പ് ചാവർ കേസുകളല്ല. കൃത്യമായ സ്റ്റാൻഡേർഡുള്ള പെൻഡ് തോട്ടുള്ള റീപെൻഡ് ഹയർ കൈൻഡ് ഓഫ് തോട്ട് ലൈഫുള്ള ഒറിജിനൽ സിറ്റിസൺ 100 എണ്ണം മതി ഒരു നാടിനെ ചലിപ്പിക്കാൻ. ഒറ്റ ഒരാൾ മതി. ഒരു ഫാക്ടറിയിൽ 1000 പേര് ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ ഒരൊറ്റ ട്രൂ സിറ്റിസൺ മതി 1000 എണ്ണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. നമ്മുടെ വിചാരെന്നറിയാമോ? അതുകൊണ്ടാണ് പറഞ്ഞു ഉപ്പ് ഉച്ചിരി ശകലം മതി. അല്പം കൊണ്ട് ബഹു കൂട്ടത്തിന് ചേഞ്ച് വരുത്താൻ പറ്റും. വി ആർ ദ എലൈറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ദ വേൾഡ്. നമുക്ക് ഒത്തിരി നോളജ് ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ദൈവം അറിവ് തരുന്നുണ്ട്. ആ അറിവാണ് ലോകത്തിൻ്റെ വെളിച്ചം. സിസ്റ്റത്തിന് നമ്മൾ വെളിച്ചവും